ഹായ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം കൊഞ്ചാണ്, വേറെ ആരുമില്ല. കൊഞ്ച് നോക്കിയേ, കഴിഞ്ഞിടക്ക് പോയപ്പോൾ മേടിച്ചതാണ് കൊഞ്ച്. ഇതാണ് നമ്മുടെ കൊഞ്ചിന്റെ ഓരോ ഫീച്ചേഴ്സ്. കണ്ടില്ലേ, എന്ത് ഭംഗി, എന്ത് മനോഹരം, കണ്ണൊക്കെ കണ്ടില്ലേ. ഇതിന്റെ ഫ്ലഷിനും വളരെ ടേസ്റ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോസ്റ്റ്ലി. പിന്നെ ഞാൻ ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. ആകെ ഞാനൊരു കത്രികയും അല്ലെങ്കിൽ ഒരു കത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാം. സാധാരണ എല്ലാവരും ഇതിന്റെ തല മാത്രമേ, ഇതിന്റെ ഈ സാധനങ്ങൾ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അതിനൊരു ഈർക്കിൽ വെച്ചിട്ട് അവനെ ഇങ്ങനെ ഫുള്ളോടെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതിന്റെ എളുപ്പം മെത്തേഡ് കാണിക്കാൻ ഞാൻ കട്ട് ചെയ്യുന്ന രീതി കണ്ടില്ലേ, ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യും. പിന്നെ ഇതാ അടുത്ത പ്രോസസ്സ്. എനിക്കൊരു 5 minutes മതി ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ. ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല. പിന്നെ അങ്ങനെ കണ്ടപ്പോൾ മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പിന്നെ കഴിയുമ്പോഴത്തേക്ക് സംഗതി കുറവായിട്ട് വരും. പിന്നെ ഏറ്റവും വലുത് ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യണം. അതിൻ്റെ ഒരു അഴുക്കിങ്ങനെ കളക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്, അത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണം. അതിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണം ഇതിൻ്റെ ഇത് കണ്ടേ, ഇതിൻ്റെ ഇവിടെ അതിൻ്റെ ഒരു അഴുക്കിന് ഇത് എപ്പോഴും കുഞ്ഞു ചെമ്മീൻ്റെ വരെ നമ്മൾ കളയണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വയറുവേനയൊക്കെ എടുക്കും. അതാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെമ്മീൻ കൊടുത്തു കഴിയുമ്പോൾ വയറുവേന എടുക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അത് ഈ അഴുക്ക് കളഞ്ഞിട്ട് വേണം. ഞാൻ തിരക്കായി പോയി, അതാണ് കണ്ടില്ലേ. ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. എത്ര ചെറുതിൻ്റെ ആണെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അത് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ഒരു പോർഷൻ. ഞാൻ അതിൻ്റെ ഒരു പാത്രം ഉപയോഗിക്കുന്നത് ഇത് വെച്ചു. ഞാൻ അടുത്തതും ഇത് തന്നെയാണ്. ഉണ്ടല്ലേ, കത്രിക എളുപ്പമാണ്. നമുക്ക് എന്ത് കട്ട് ചെയ്യാനും എല്ലാത്തിനും ഞാൻ ഈ കത്രികയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞിലേ തൊട്ട് അമ്മച്ചിനെ സഹായിക്കുന്ന സമയം തൊട്ടും ഞാൻ കത്രികയാണ് ഉപയോഗിച്ചത്. ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഫാസ്റ്റാണ് ഞാൻ. അതുകൊണ്ട് സ്ലോ ആയിട്ട് വീഡിയോ ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആവണേ. എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടെ ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് നോക്കേണ്ടത്. ഇത്തിരി വലിയ ഫ്ലഷ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളത് റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെന്നില്ല. കണ്ടോ, ഇതാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്ലീനിങ് സെക്ഷനിൽ. ഇത് അതിൻ്റെ ഡോട്ടൊക്കെ കണ്ടോ, ഇതാണ് റിമൂവ് ചെയ്താൽ നമുക്ക് പേടിക്കണ്ട. പിന്നെ ഇവിടെ നിന്നും ഒരു സാധനമുണ്ട്, എന്താ ഇത് ആരും ക്ലിയർ ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇത് അതിൻ്റെ അഴുക്ക അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പൊക്കെ അല്ലേ, എന്ത് ഭംഗിയല്ലേ. ആദ്യം സാധാരണ ഞാൻ ഇതിൻ്റെ തലയ്ക്ക് അങ്ങനെ വെട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിലോട്ട് പോയതുകൊണ്ടാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കുറയും. ചെറുതായിപ്പോയി, ആർക്കൊക്കെ കൊടുക്കാം. ഇതിന് വേറെ തരമുണ്ട്, അത് നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് തലയൊക്കെ ഭയങ്കര വലുതുമായിരിക്കും, അതിൻ്റെ ബോഡി കുഞ്ഞായിരിക്കും. കഴിഞ്ഞ അതിൻ്റെ ആവശ്യം ഇത് എക്സാക്ട്ലി കൊഞ്ചാണ് കേട്ടോ. പിന്നെ ഇത് സൈസ് ചിലപ്പോൾ ഇതിൻ്റെയും കാട്ടി വലിയ സൈസൊക്കെ കിട്ടും. നമ്മളിപ്പോൾ അങ്ങനെ സാധാരണക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ മേടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം പിന്നെ ഒരു ഇത് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഡേർട്ട് എടുക്കുന്നേ കണ്ടാ, ഒന്നുണ്ടാ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമെന്നറിയില്ല. ഇതാണ് അതിൻ്റെ അഴുക്ക്. ഇപ്പോൾ ക്ലീനിങ് സെക്ഷൻ കഴിഞ്ഞു. എനിക്കറിയില്ല ഒരെണ്ണത്തിന് എത്ര സമയം എടുത്തെന്നൊക്കെ. നിങ്ങൾക്ക് കൂട്ടാനേ ഉള്ളൂ അല്ലേ, എത്രയും പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞു. പിന്നെ ഇത് നല്ല പ്രോപ്പറായിട്ട് കഴുകണം, ഇതിൻ്റെ തലയുടെ ഭാഗം. ഇത് കുറച്ച് അഴുക്ക് കൂടിയേക്കൊണ്ട് ഞാനത് മൊത്തം കളഞ്ഞു. ഇതാണ് ഇതിൻ്റെ, നിങ്ങൾക്ക് കാണാനും പറ്റുമല്ലോ. അപ്പോൾ കണ്ട അഴുക്ക് നിൽക്കുന്നുണ്ട, അഴുക്കിൻ്റെ ഒരു സെക്ഷനാണ് അത്. സാധാരണ നമുക്ക് അങ്ങനെ വലിക്കുമ്പോൾ കിട്ടിക്കോളും. എന്താ
ഭയങ്കര ഇഷ്ടം ഹസ്ബൻഡിന്. കൊഞ്ചെന്നൊക്കെ പറഞ്ഞ ഫേവറേറ്റ് ആണ്. ഭയങ്കര വലിയ ഇപ്പൊ കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നതാണ്. ഇതൊക്കെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് കണ്ട ഞാൻ ഇതിന്റെ അഴുക്ക് റിമൂവ് ചെയ്യണേന്ന്. ചിലതിങ്ങനെ നമ്മൾ തലയൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി പോരുവേ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ ചെയ്യാം. അത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, കൊഞ്ച് ക്ലീനിങ് കഴിഞ്ഞു. 5 എണ്ണം ഉണ്ടായുള്ളൂ, എന്നാലും അധികം സമയമൊന്നും എടുത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ്. കണ്ടാ വലിക്കുമ്പോൾ വന്നണ്ട, കണ്ടാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാതിരിക്കും. ഇതെപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ക്ലീനിങ്, കൊഞ്ച്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.